ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്ദനം. എബ്രായ ലേഖനം 9:22 രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അഥവാ യേശുവിന്റെ രക്തത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദ്രവത്വമില്ലാത്ത രക്തത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആദാമ്യ പാപത്തിലൂടെ മാനവകുലത്തിന്റെ മേൽ പകരപ്പെട്ടതായ രക്തത്തിലെല്ലാം പാപം കലർന്നപ്പോൾ പാപമില്ലാത്ത രക്തം അഥവാ തന്റെ ഏകജാതനായ പുത്രന്റെ പുണ്യാക രക്തം മാത്രമെന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മെ വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. അഥവാ യേശുവിന്റെ രക്തത്തിന് ദ്രവത്വമില്ല. ബാക്കി എല്ലാ രക്തവും അത് ദ്രവത്വമുള്ളതാണ്. 16-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പാടുമ്പോൾ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല എന്നാണ് അവിടെ പാടിയിരിക്കുന്നത്. യേശുവിൽ പാപമില്ലായിരുന്നതിനാൽ പാപത്താൽ ഉളവാകുന്ന ദ്രവത്വത്തിന്റെ സ്വഭാവം യേശുവിന്റെ രക്തത്തിന് ബാധകമായിരുന്നില്ല എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ അനേക രക്തബാങ്കുകളുണ്ട്. ഒരുവന്റെ രക്തം വാർന്നു പോയാൽ അവന് പകരം നൽകുവാൻ, അല്ലെങ്കിൽ അവന്റെ രക്തത്തിൽ രോഗാണുക്കൾ ബാധിച്ച് അവന്റെ രക്തത്തിന്റെ ശക്തി ക്ഷയിക്കുമ്പോൾ ആരോഗ്യമുള്ള ഒരുവന്റെ രക്തം ഇങ്ങനെയുള്ള ബാങ്കുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ആ രക്തം അവന് നൽകാറുണ്ട്. അപ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്, ആ രക്തത്തിലും പാപത്തിന്റെ അണുക്കളുണ്ട്, അല്ലെങ്കിൽ അതിനെ മാറ്റുവാനായിട്ട് ആർക്കും സാധ്യമല്ല. കൂടാതെ ഇന്ന് രക്തശുദ്ധീകരണമുണ്ട്, ഡയാലിസിസ് പോലെയുള്ള അനുഭവങ്ങൾ. അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് പാപത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് ഇതുകൊണ്ടൊന്നും പര്യാപ്തമല്ല. ലോകത്തിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയ രക്തസംക്രമണം അഥവാ ശുദ്ധീകരണം എന്നുള്ളത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ കൂടി ആണ് എന്നതാണ് 1 യോഹന്നാൻ 1:7 വ്യക്തമാക്കുന്നത്. അങ്ങനെ ഏദേനിൽ തൊട്ട് മനുഷ്യൻ പാപനിമിത്തമായിട്ട്, ആദാമ്യ പാപനിമിത്തമായിട്ട് അവൻ പാപത്തിനടിമയായപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്, ക്രൂശിൽ യാഗമാകുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് മാനവകുലത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. മനുഷ്യന്റെ പുണ്യപ്രവൃത്തി കൊണ്ടും വഴിപാട് കൊണ്ടും അവന് രക്ഷ പ്രാപിപ്പാനായിട്ട് ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നതാണ് നമുക്ക് എപ്പോഴും കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, നാം എപ്രകാരമായിരിക്കുന്നു, നമ്മുടെ രക്തത്തിൽ നിന്ന് പാപം കഴുകി ശുദ്ധീകരണം നാം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ഒന്നുകൂടി പൂർണ്ണമായി ചിന്തിച്ചുകൊണ്ട് അതിനേക മാർഗം യേശുവിന്റെ രക്തത്തിൽ കൂടിയുള്ള വീണ്ടെടുപ്പ് മാത്രമെന്ന് മനസ്സിലാക്കി യേശുവിനെ പൂർണ്ണമായി രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ആ രക്തത്താലുള്ളതായ കഴുകൽ പ്രാപിച്ചെടുക്കുക എന്നത് മാത്രമാണ് നിത്യതയ്ക്കുള്ള ഏക പരിഹാര മാർഗം. അതെ, അതിനായി കർത്താവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ. കാന്തൻ വരാറായി നാമം പോകാറായി, കാന്തൻ വരാറായി നാമം പോകാറായി. യേശുവിന്റെ
രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്, സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്, സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്ക് അവകാശമേ. കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം, കാലമേറെയില്ലല്ലോ കാഹളം നാം കേട്ടിടാം. കാന്തൻ വരാറായി നാമം പോകാറായി, കാന്തൻ വരാറായി നാമം പോകാറായി. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയജനമേ ഉണർന്നിടുക, തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക.